ഹലോ ഗായ്സ്, വെൽക്കം ടു അഷ്ടമി വിഷ്വൽ വേൾഡ്. ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുമെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാദ്യമൊന്നും അറിയത്തില്ല, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ കമൻറ്റിനോട് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇന്നല്ല, ഒരു സമയമുണ്ട്. അതിൻ്റെ സ്കൂൾ തുറക്കുന്നൊരു അടുത്ത ദിവസം ആകുമ്പോഴാണ് ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഉള്ള വീഡിയോ ഇട്ട് തരാം. അപ്പം ഇന്ന് ഞാനൊരു സംഭവം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സംഭവം കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കുമെന്ന് വിചാരിക്കുന്നു. ഡോർ അടച്ചിട്ടില്ലെങ്കിൽ ഒടുക്കത്തിലായിട്ടാണ് ഗൈസ് ആകുന്നത്. അപ്പം വേറെ കളറാകും. നമ്മൾ നീലകൃഷ്ണൻ ആയതുപോലെ ആയിരിക്കും ക്യാമറയിൽ നോക്കുമ്പോൾ. ഓക്കെ, അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് ആ സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിക്കൊന്ന് രണ്ടാം കണ്ടല്ലോ. പിന്നെ അൺബോക്സിങ് കഴിഞ്ഞാണ് കേട്ടോ. അൺബോക്സിങ് സമയത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇനി എന്തെങ്കിലും ഉള്ളപ്പോൾ എടുക്കാം. ഒരു ഗ്ലൂ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു നെയിലുമാണ്. നമ്മൾ മേടിച്ചത് നെയിൽസാണ്, ഫേക്ക് നെയിൽസ്. എല്ലാവരും ഫേക്ക് നെയിൽസ് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ആ ഫേക്ക് നെയിൽ. ഉണ്ടോ യൂസ് ഞാൻ തുറന്ന് കാണിച്ചിടാം. തുറക്കാനും പറ്റുന്നില്ല. അതെ, ചീന പറഞ്ഞ് എടുത്തും കാണിച്ചത്. അത് നല്ലത് രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. അതിന് പറ്റിയതാണ് കേട്ടോ. ഞാനിങ്ങനെ 10 എണ്ണം വെച്ചിട്ട് കുറച്ച് നെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്ലൂ ഭയങ്കര ഫെവിക്വിക്കിൻ്റെ അത്രയും സ്റ്റിക്കഡാണ്. അത് കാരണം ഞാൻ ഇത് ഒട്ടിക്കുന്നില്ല. കാരണം ഞാനിത് പറഞ്ഞു പോകുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറിക്കേണ്ടി വരും. അത് കാരണം പറിക്കേണ്ടി വരുന്ന കാരണം നമ്മൾ പിന്നെ വെച്ചില്ല ടോയ്സ്. നമ്മൾ പകരമായിട്ട് ഫെവിക്വിക്കല്ല, പശയും അല്ല, മറ്റേ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള സ്റ്റിക്കില്ലേ, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഈ ഒരു കുന്തറാണ് നമ്മൾ ഒട്ടിച്ചത്. പകരമായിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചതാണ് ഡബിൾസ്. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ട് പറയുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാൻ പാടില്ലായിരുന്നു. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാൽ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇത്ര കുഞ്ഞു നിൽക്കും. അപ്പം എൻ്റെ വീഡിയോ അടുത്തായിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ പോകുന്നത് കുറച്ച് കട ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പോകുന്നത് വലിയ കാവിലയിൽ ഒരു പിക്കോബ എന്നാണ് കടയുടെ പേര്.